വളരെ മുൻപ് അദ്ദേഹത്തെ നമുക്ക് ആർക്കും അറിയില്ല, പക്ഷെ അദ്ദേഹം പടച്ചുവിട്ട ചില പരസ്യങ്ങളുണ്ട്, ഏറെ ആകർഷണം തോന്നുന്ന തരത്തിലുള്ള പരസ്യങ്ങളുണ്ട്. അതിലൂടെയാണ് അദ്ദേഹം ഈ മേഖലയിലുള്ളത്. അദ്ദേഹം ചെറുപ്പകാലം മുതൽ ഈ അഭിനയത്തിന്റെ വളരെ ആഗ്രഹമായി നടന്ന ഒരാളാണ് എന്ന് അദ്ദേഹം ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷെ വില്ലനായി അഭിനയിക്കുന്ന ഒരാൾ ആ അഭിനയത്തിൽ പൂർണ്ണനാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? കണ്ടിരിക്കുന്നവർ വെറുക്കണം. നമുക്കിങ്ങനെ പറയാൻ തോന്നണം, അവനെ ഇങ്ങോട്ട് ഇട്ടതാ, ഞാൻ കൊടുക്കാം അടി എന്ന് പറയാൻ തോന്നുന്ന ഒരു പോയിന്റിലാണ് ആ വില്ലൻ പൂർണ്ണനാകുന്നത്. വെറുത്തു പോകും. പക്ഷെ ഈ ആളോട്, ആ നടനോട് എല്ലാവർക്കും അങ്ങനെ ആരാധന തോന്നുകയാണ്. ചിലരൊക്കെ പറയുന്ന മോഹൻലാലിനേക്കാൾ മുകളിലാണോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള ഒരു അഭിനയമാണ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് പറയുമ്പോൾ ഈ കഥയെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം ഓരോരുത്തരും അത് കൃത്യമായി കണ്ട് തന്നെ അത് ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അറിയാതെ അടുത്ത നിമിഷം എന്ത് എന്നുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ ഈ നമ്മൾ ഈ വില്ലനെ നായകനടിക്കുന്ന ഈ ഫൈറ്റ് രംഗങ്ങൾ വരുമ്പോൾ പൊതുവെ ചില ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് അരോചകം, എന്തിനോ തമ്മിലടിക്കുന്നു എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, പ്രേക്ഷകൻ ആഗ്രഹിക്കണം, കൊടുക്കണം അടി എന്ന് തോന്നൂലേ. ആ ഒരു ഫൈറ്റാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പണ്ട് നമ്മൾ പറയാം, തമിഴ് സിനിമയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഈ സ്ക്രീനിലേക്ക് ഇടിച്ചു കയറി അടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ പണ്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ തോന്നും, അയാളെ ഇങ്ങോട്ട് ഇട്ടതാ, നമുക്ക് അടിക്കണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥ അതിൽ ഫീൽ ചെയ്യും.